ഹലോ എവ്രി വൺ. സോ ഇന്ന് വെൽക്കം ടു നാലന്ത. ആൻഡ് ഇന്ന് നമ്മൾ വേറൊരു വർലിയാണ് വരയ്ക്കാൻ പോകുന്നത്. വർലിയുടെ തന്നെ വേറൊരു വേരിയൻറ്റ്, ബ്യൂട്ടിഫുൾ വേരിയൻറ്റ്, തർപ്പ ഡാൻസൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു വേരിയൻ്റാണ് വരയ്ക്കുന്നത്. ആൻഡ് ഫോർ ദാറ്റ് ഞാൻ ഫസ്റ്റ് ഫ്യൂ ലൈൻസ് വരയ്ക്കുന്നുണ്ട്, കാരണം സ്ട്രെയിറ്റ് തർപ്പ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇന്ന് വരയ്ക്കുന്നുണ്ട്. സോ ജസ്റ്റ് ഷോ യു ഹൗ. സോറി ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇത് പറഞ്ഞു പോകാൻ വിട്ടുപോയി, ബട്ട് ദെൻ ഐ എക്സ്പ്ലെയിൻ ടു യു. നമ്മൾ ഈ സ്റ്റാർട്ട് ഫ്രം ഔട്ട് സൈഡ്, അതാണ് നമുക്ക് നല്ലത്. സോ നമ്മൾ ഫസ്റ്റ് ഒരു ലൈൻ വരച്ചു, ആൻഡ് അതിൻ്റെ താഴെ ഒരു കുഞ്ഞ് ലൈനാണ്, അത് കഴിഞ്ഞ് ഒരു ഫുൾ സ്കെയിൽ ലെങ്ത്തിൽ വരച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഫുൾ സ്കെയിൽ ആൻഡ് പിന്നെ ഒരു ചെറു, ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് ഡ്രോ ഈ ഒരു പോർഷൻ ഫസ്റ്റ് കേട്ടോ. അപ്പർ ബോഡിയാണിത്, ലോവർ ബോഡി. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരേ സ്കെയിൽ ഫുൾ സ്കെയിൽ ലെങ്ത്തിൽ എന്തിനാണ് രണ്ട് ലൈൻ വരച്ചത്. ഇത് സെയിം അപ്പർ ബോഡി ആൻഡ് ലോവർ ബോഡി വരാൻ വേണ്ടിയിട്ടാണ്. ദിസ് ഇസ് സ്ട്രെയിറ്റ് തർപ്പാട്ടം. നമ്മൾ നേരത്തെ വരച്ചത് ചെറിയ നമ്മൾ ചക്രവ്യൂഹിൻ്റെ അതിലൊക്കെ വരച്ചത് വട്ടത്തിൽ വരുന്ന തർപ്പയാണ്. ദിസ് സ്ട്രെയിറ്റ് തർപ്പ. ഇത് നമ്മൾ വേറെ പെയിൻറ്റിങ്സിലൊക്കെ വരച്ചിട്ടുണ്ട്. ഒരുവിധം മിക്ക വർലി പെയിൻറ്റിങ്ങിലും ഈ തർപ്പ വരും കേട്ടോ. ഇത്രയും വരച്ചു. ഇനി കഴുത്ത് വരച്ചു കൊടുക്കുകയാണ്. ഈ മുകളിലത്തെ ലൈൻ വരച്ചത് ഹെഡ് ഈ ഒരു റേഞ്ചിൽ തന്നെ വരാനാണ്. ഇനി ഇവരുടെ കൈ നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ അറ്റത്താളുടെ ഈ കൈ വെറുതെ ഇങ്ങനെ ഇട്ടാൽ മതി. ഇനി ലെഗ്സ് ഈ ഒരു ഡയറക്ഷൻ ഇങ്ങനെ. നമ്മൾ ചക്രവ്യൂഹം വരച്ചപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസാണ് വരച്ചത്, പക്ഷെ ദിസ് ഇൻസ്റ്റന്റ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഈ ഒരു ആംഗിളിൽ വരയ്ക്കുക. സോ ഈ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ഈ പെൻസിൽസൊക്കെ മായ്ച്ച് കളയാം, ഇറേസ് ചെയ്ത് കളയാം. ഇത്രയും പോർഷൻ വരച്ച് കഴിഞ്ഞു. കളറിങ് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ആൻഡ് ഇവിടെ ഞാൻ കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ആൾക്കാരെ വരയ്ക്കുന്നുണ്ട്. സോ ഒരുപാട് വലുതല്ല, ഒരു മീഡിയം സൈസിലുള്ള ഒരാളിനെ വരച്ചു. ആൻഡ് ഒരു കാലിങ്ങനെ കൊണ്ടുപോയി. ആൻഡ് വി ഹാവ് എ ഹെഡ്. അത് ആ ഒരു ഫ്ലൂട്ടാണ് വായിക്കുന്നത്. ഫ്ലൂട്ടല്ല, ഫ്ലൂട്ട് പോലത്തെ ആ ഒരു വലിയ എന്താ ട്രംഫറ്റ് അങ്ങനെ എന്താണ് അതിന് പറയുക തോന്നുന്നുണ്ട്. അപ്പം അതാണ് വായിക്കുന്നത്. ഇനി അടുത്തത് ഇവിടെ ഒരു ലീഡി നിൽക്കുന്നുണ്ട്. ഈ പുള്ളിക്കാരി നമ്മളന്ന് ലാസ്റ്റ് വരച്ചില്ലേ, ഇങ്ങനെ ചെണ്ട പോലത്തെ സാധനം, അതാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഈ കയ്യിൽ ഒരു സ്റ്റിക്ക് പിടിച്ചിട്ടുണ്ട്. ദിസ് ഇസ് എ വുമൺ. ഓക്കെ. ഇനി അനദർ ലേഡി ഇവിടെ. അപ്പോൾ ഷീ ഈസ് ഫേസിങ് ദിസ് ലേഡി. And she has this thing. ഇങ്ങനെയുള്ള അത് ഇവിടെ ഒരു മാനിനെയും കൂടെ വരയ്ക്കും.
ഇത് നമുക്ക് എല്ലാം വുമൺ ആക്കി കൊടുക്കാം കേട്ടോ. ഇത്രയും കഴിഞ്ഞു. ഇതാണ് സെക്കൻഡ് പോർഷൻ വരുന്നത്. ഇനി തേർഡ് പോർഷൻ ഇസ് ടേക്ക് മൈ കോമ്പസ് എടുത്തിട്ട് അല്ല ഇവിടെ ഞാനൊരു ആർച്ച് വരയ്ക്കുകയാണ്. ഈ ഒരു താഴത്തെ പോയിന്റ് ഒരു ആർച്ച് വരച്ചു. ഓക്കെ, ആൻഡ് ഇതിൻ്റെ മുകളിൽ ഞാൻ എന്താ ഒരു ആർച്ച് വരച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഗ്യാപ്പിൽ അതിൻ്റെ മുകളിലും ഒരു ചെറിയ ഗ്യാപ്പിൽ I'm ഡ്രോ ഒരു ആർച്ച് വരച്ചു. അങ്ങനെ 3 ആർച്ചുകൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇങ്ങനെ ഇതേ ആർച്ചിൻ്റെ രൂപത്തിൽ തന്നെ ഇപ്പോൾ ഇത് ഈസി ആയിട്ടുണ്ടാകും. കാരണം നമ്മൾ ആ നേരത്തെ ലാസ്റ്റ് ടൈം നിറയെ ഉള്ളത് വരച്ചത് കൊണ്ട് ദിസ് മൈറ്റ് ബി ആൻ ഈസി ടാസ്ക് ഫോർ യു. നമുക്ക് ഇത്രയും നമ്മൾ വരച്ചു. ഇനി നമുക്ക് ഹെഡ് പോർഷൻസ് വരച്ചു കൊടുക്കാം. ഞാൻ ഇതിൽ ഒരു മെയിൽ ഒരു ഫീമെയിൽ എന്ന് പറഞ്ഞിട്ടാട്ടോ വരയ്ക്കുന്നത്. ദിസ് ഇസ് മെയിൽ, ദിസ് ഇസ് ഫീമെയിൽ. ഇനി ഇവരുടെ ലെഗ് ഈ ഡയറക്ഷൻ വയ്ക്കണം. ഏറ്റവും നമ്മൾ ഡിഫറെൻ്റ് ആക്കി കൊടുക്കാൻ പോകുന്നത് ഇവരുടെ ഹാൻഡ് ജസ്റ്റേഴ്സാണ്. അതായത് ഈ ഷോൾഡറിൽ നിന്ന് ഈ ഹിപ്പിലേക്കും ഈ ഷോൾഡറിൽ നിന്ന് ഈ ഹിപ്പിലേക്കും അങ്ങനെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇങ്ങനെ കൊടുത്തു, ഇവിടെ ഇങ്ങനെയും വന്നു. ദിസ് ഇസ് അനദർ സ്റ്റൈൽ ഓഫ് താർപ്പ. ഇത് നമ്മൾ വരച്ചിട്ടുണ്ട്, ബട്ട് ദെൻ അഗൈൻ ഷോയിങ് യു. ഇനി ഈ ഫെസ്റ്റിവിറ്റി ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ വരയ്ക്കുന്നത്. ഇപ്പോൾ ഒരു പൊങ്കൽ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫെസ്റ്റിവലായിട്ട്. സോ ജസ്റ്റ് ഗോണ ഡ്രോ സ്മോൾ പോട്ട് ഹിയർ. എന്നിട്ട് ഇതിന് ഒരു 3 അടുപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ അടുപ്പിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ബോയിൽ ആവുന്നുണ്ട് എന്നാണ് അർത്ഥം. ഇത്രയും വരച്ച് കഴിയുമ്പോൾ ഇത് കുക്ക് ചെയ്യാൻ ഒരാൾ ഇരിക്കണമല്ലോ. ഒരു ലേഡി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആൻഡ് ഷീ ഹാസ് ദിസ് പാത്രം പോലത്തെ ഒരു സാധനം കയ്യിലുണ്ട്. ആൻഡ് ഷീ ഈസ് സിറ്റിംഗ് ഹിയർ. നമുക്ക് ഇത്രയായി. ഇനി നമുക്കിത് കളേഴ്സ് ഫില്ല് ചെയ്യാം. ഇപ്പോൾ ടുഡേ ഐ എം ഗോയിങ് ഫോർ ഈ 2 കളേഴ്സ്. അതായത് ബോഡിക്ക് ഈ ഗ്രീനാണ് കൊടുക്കുന്നത്.
സ്ലോപ്പായിട്ട് നമുക്ക് ഓറഞ്ചും കൊടുക്കാം. ഇങ്ങനെ ഓക്കെ. ജസ്റ്റ് ഫില്ലിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. സോ ഈ ഒരു പോർഷൻ ഇസ് ഫിനിഷ്ഡ്. ഇനി നമുക്ക് ഈ തർപ്പയുടെ ഏരിയാസ് വരയ്ക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഐം ഗോണ സ്റ്റാർട്ട് വിത്ത് ദ ഹെഡ്. ഇനി ഞാൻ ഡ്രസ്സ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഹൗ ദ കളേഴ്സ് ഞാൻ കൊടുക്കുന്നു എന്നുള്ളത്. ഇനി അടുത്തത് ഓറഞ്ചാണ്. ഗ്രീൻ മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഒന്ന് മുകളിലെങ്കിൽ അടുത്തതിന് താഴെ, അങ്ങനെ. സോ ഈ പോർഷൻ നമുക്ക് കറക്റ്റായി. ഇനി അതിൽ എക്സ്ട്രാസ് വരുന്ന നമുക്ക് ഈ പെൻസിലിൻ്റെ ഷെയ്ഡിങ് ഒക്കെ ഒന്ന് മായ്ച്ചു കൊടുക്കാം. എന്നാ ഇത്രയും പോർഷൻ കഴിഞ്ഞ് ഇനി മൂവ് ചെയ്യേണ്ട ദ നെക്സ്റ്റ് പോർഷൻ. യെസ്, ഓൾവേസ് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ബ്ലാക്ക്. പോർഷൻ കഴിഞ്ഞ് ഡു ദ ബോഡി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ, ഓൾട്ടർനേറ്റ് ആയിട്ടാണ്.
നെക്സ്റ്റ് പോർഷൻ ഈ തപ്പയുടെ പോർഷൻ. ഇനി നമുക്ക് അതർ കളർ ബാക്കിയുള്ള ബോഡി പാർട്ടിൻ്റെ കളർ കൊടുക്കാം. സോ നമ്മളതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് സിമ്പിൾ വർലി ഈസ് ഡൺ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് വിൽ സീ യു ഓൺ വിത്ത് ദ നെക്സ്റ്റ് പെയിൻറ്റിംഗ്.